ആ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത് ഏറ്റവും വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്: വിശ്വശാന്തിയുടെ മാർഗം. ഇത് ഒരു നാടിന്റെയോ ഒരു ജനതയുടെയോ മാത്രം കാര്യമല്ല, മറിച്ച് ഈ ലോകം മുഴുവൻ എങ്ങനെ സമാധാനത്തിന്റെ പാതയിലേക്ക് വരുമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. ലോകസമാധാനം അതെവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? യുദ്ധക്കളങ്ങളിൽ നിന്നാണോ? അതോ വലിയ വലിയ ഭരണാധികാരികളുടെ ചർച്ചകളിൽ നിന്നോ? ഈ മാസിക പറയുന്നു, അല്ല, അത് തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. ഈശ്വരനിൽ പൂർണ്ണമായി നമ്മൾ അഭയം തേടുമ്പോൾ നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങൾ പതിയെ അവസാനിക്കും. അവിടെ നിന്നാണ് പുറമേയുള്ള സമാധാനം ആരംഭിക്കുന്നത്. ഈശ്വരനിൽ അഭയം തേടുന്നതിനൊപ്പം തന്നെ നമുക്ക് വേറൊരു വഴികാട്ടി കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉള്ളിലെ ആ ചെറിയ ശബ്ദമാണ്. ഈ വലിയ യാത്രയിൽ ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളുണർവിനെ, നമ്മുടെ ഇൻറ്റ്യൂഷനെ ജാഗ്രതയോടെ കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ മാസിക അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ കണ്ടില്ലേ? ലോകം മുഴുവൻ സമാധാനം വരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ താക്കോല് ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണിരിക്കുന്നത്. പുറമെയുള്ള ലോകം നന്നാവണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ ലോകം ശാന്തമാകണം. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ ലോകത്തെ നമ്മൾ എങ്ങനെയാണ് പടുത്തുയർത്തുക? അതിന് നല്ല ഉറപ്പുള്ള ചില തൂണുകൾ വേണ്ടേ? മാസിക അതിനെക്കുറിച്ചാണ് അടുത്തതായി സംസാരിക്കുന്നത്. ബ്രാഹ്മണത്വത്തിന്റെ വികാസം എന്ന വളരെ ശക്തമായൊരു ആശയത്തിലൂടെ. ഇവിടെ ബ്രാഹ്മണത്വം എന്ന വാക്ക് കേട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ജാതിയെക്കുറിച്ചേ അല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മാസികയുടെ കാഴ്ചപ്പാടിൽ ഇത് ജ്ഞാനത്തിന്റെയും ആത്മീയമായ ഉണർവിന്റെയും ഉയർന്ന ആദർശങ്ങൾക്കായി ജീവിക്കുന്നതിന്റെയും ഒരു പ്രതീകമാണ്. ഇത് ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ട് ആർക്കും നേടിയെടുക്കാവുന്ന ഒരു മനോഭാവമാണ്.